ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ, നവീൻ, ഞാൻ മമ്മിയോടൊപ്പം ഇങ്ങോട്ട് പോന്നു. വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ശബ്ദം കേട്ടു. എന്നിട്ട് നവീൻ എന്താ അങ്ങോട്ട് വരാതിരുന്നേ? ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് എന്ത് സംസാരിക്കാനാ താൻ വന്നിരിക്കുന്നത് എനിക്കറിയില്ലല്ലോ. ഒന്ന് റിലാക്സ് ആവൂ കുട്ടി. ഞാൻ എല്ലാവരും ഒന്ന് കാണട്ടെ. സിത്താര വന്നു. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അമ്മയെ കണ്ടില്ലേ? കണ്ടില്ല, കാണാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? ദേഷ്യത്തില് നമ്മൾ തമ്മിൽ ചിലതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്റെ മോളുടെ അവസ്ഥ കണ്ടപ്പോ മറ്റൊന്നും ഞാൻ നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ പേരിൽ എന്നോടോ എന്റെ മോളോടോ ദേഷ്യം തോന്നരുത്. കളരിക്കൽ കുടുംബക്കാര് ഒരാളോടും വൈരാഗ്യം വെച്ച് പുലർത്താറില്ല. പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയ ചരിത്രവും ഇല്ല. ആ കാര്യത്തിൽ സിത്താര പേടിക്കണ്ട. പക്ഷേ ചില കാര്യങ്ങൾ സിത്താര മനസ്സിലാക്കിയേ പറ്റൂ. നവീന്റെ ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാ. നവീന്റെ കുടുംബജീവിതം ഇത്രയും കുറഞ്ഞ നാളുകൊണ്ട് ആളുകൾ പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. പറഞ്ഞത് കള്ളമല്ലെന്ന് സിത്താരയ്ക്കറിയാം. ഇപ്പൊ പലതവണയായില്ലേ മോള് പിണങ്ങി അവിടെ വന്ന് നിൽക്കുന്നത്. മകളെ ഇവിടെ നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ ഇനി ഇതൊന്നും നടക്കില്ല. ഇനി ഇതൊന്നും ഉണ്ടാവില്ല. മോളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്നെ മോളെ തല്ലാനായിട്ട് കൈ ഉയർത്തിക്കൊണ്ട് വന്നത്. അമ്മേ, ചുമ്മാ നമ്മളെ പറ്റിക്കാൻ പറയുന്നതാ. ഇവളുടെ അസുഖവും മാറിയിട്ടില്ല, സിത്താര ഒന്നും പറഞ്ഞു കൊടുത്തിട്ടും. നിർമ്മലം മിണ്ടാതിരിക്കെ. അയ്യോ, ഇവിടെ കുടുംബത്തെ കാരണവന്മാരുണ്ട്. എനിക്ക് മേളെ കേൾക്കേണ്ടത് അവരുടെ ശബ്ദമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ വേണ്ടത് വേണ്ട പോലെ പറഞ്ഞാലേ കാര്യമുള്ളൂ. വന്നതുപോലെ കൂടെ തന്നെ അങ്ങ് പറഞ്ഞു വിടുന്നതാ നല്ലതെന്നാ എന്റെ ഒരു അഭിപ്രായം. നിർമ്മലയും കീർത്തിയും എന്റെ മോളോട് കാണിച്ച ദ്രോഹമൊക്കെയും നിങ്ങൾക്കറിയാലോ. അതിന് മോളെ മാത്രം കുറ്റപ്പെടുത്താനായിട്ട് പറ്റുമോ? കുറ്റവും കുറവുകളും ഒക്കെ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. സിത്താരെ, നവീനും ഗാഥയും ഒരുമിച്ചാണ് ജീവിക്കാനുള്ളത്. അവര് ജീവിതത്തിലെടുക്കുന്ന തീരുമാനത്തില് ഇനി ഇടപെടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നവീൻ എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. കുടുംബത്തിന്റെ അന്തസ്സും ഗൗരവവും നോക്കുന്നതിനോടൊപ്പം അവന്റെ വ്യക്തിത്വം നോക്കണല്ലോ. അതുകൊണ്ടാ ഇങ്ങനെയൊരു തീരുമാനം പറയുന്നേ. ഞാൻ നവീനോട് സംസാരിച്ചോളാം, എന്നിട്ട് തീരുമാനിച്ചാ മതി. സിത്താര വിഷമിക്കണ്ട. അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറഞ്ഞത്. അവര് തമ്മിൽ സംസാരിക്കുമ്പോ എല്ലാം ശരിയാകും. വന്നീ ജ്യൂസ് കുടിക്കേ. നിങ്ങള് നിങ്ങളുടെ മകന്റെ വേദന പറയുന്നു, ഞാൻ എന്റെ മകളുടേതും. അതെല്ലാവരും മനസ്സിലാക്കിയാ നല്ലത്. നവീൻ, നവീൻ, ഞാൻ മമ്മിയോടൊപ്പം ഇങ്ങോട്ട് പോന്നു. വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ശബ്ദം കേട്ടു. എന്നിട്ട് നവീൻ എന്താ അങ്ങോട്ട് വരാതിരുന്നേ? ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് എന്ത് സംസാരിക്കാനാ താൻ വന്നിരിക്കുന്നത് എനിക്കറിയില്ലല്ലോ. സോറി നവീൻ. നവീനെ ഞാൻ ഒരുപാട് നാണം കെടുത്തിട്ടുണ്ട്. ഗാഥ, നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് സോറി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെയൊക്കെയോ നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതാണ് യഥാർത്ഥ കാരണം. എൻ്റെ കുടുംബം വളരെയധികം കടപ്പാടുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാ. കളരിക്കൽ കുടുംബത്തിൻ്റെ നാഗശാപം മാറ്റിയതും ഇവിടെയുള്ളവരുടെ ഭയം മാറ്റിയതും തൻ്റെ കഷ്ടപ്പാടാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ താൻ മാറി സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ടാവില്ലേ? തൻ്റെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എല്ലാവരും സംസാരിച്ചു പോകും. മതി, ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നവീൻ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷെ എവിടെയാണ് കൈവിട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല.
ദേഷ്യം വന്ന് ഞാൻ മമ്മിയുടെ അടുത്തേക്ക് പോവും, മുറി അടച്ചിട്ടിരിക്കും. ബട്ട് ആ നേരത്തൊക്കെ എനിക്ക് ഓർക്കാൻ നവീൻ മാത്രമേ ഉള്ളൂ. നവീൻ തന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നിച്ച് നടന്ന നിമിഷങ്ങൾ, ദിവസങ്ങൾ, അത് മാത്രമേ ഉള്ളൂ നവീൻ. അതുകൊണ്ടാ എന്റെ അഭിമാനവും മമ്മിയുടെ അഭിമാനവും നോക്കാതെ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പ്ലീസ് നവീൻ, ഒരേ ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കേ. ഓക്കെ, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വലുത് തന്നോടുള്ള എൻ്റെ ഇഷ്ടമാണ്. തൻ്റെ പ്രവൃത്തികൾ എത്ര മോശമായാലും അത് കുറയാനോ ഞാനത് മറക്കാനോ പോകുന്നില്ല. പോട്ടെ, ഒരിക്കൽ കൂടി നമുക്കെല്ലാം വിട്ടുകളെ. നവീൻ, വരൂ മാഡം. പറയാനുള്ളതെല്ലാം മോള് പറഞ്ഞു കാണുമല്ലോ അല്ലേ? ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് കഴിയുക അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുകയും ശാസിക്കുകയും ചെയ്യാന്നുള്ളതാണ്. അതൊക്കെ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ചില വിട്ടുവീഴ്ചകളൊക്കെ നവീന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞാനൊരിക്കലും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും ഗാഥയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മറ്റാരെങ്കിലും അങ്ങനെ കുറ്റപ്പെടുത്തുന്ന കേട്ടു നിൽക്കാതെ ഞാൻ പ്രതികരിക്കാറുണ്ട്. ഇടയിൽ എപ്പോഴോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രോബ്ലം. നിങ്ങൾ രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്, ലോകം നന്നായി കണ്ടവരാണ്. നിങ്ങൾക്കൊരു ശക്തമായ ബന്ധം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, എനിക്കത് ഉറപ്പാ. ഞാനിന്ന് ഇറങ്ങട്ടെ. മമ്മി ഇപ്പൊ തന്നെ പോവാണോ? ആ, പിന്നല്ലാതെ എപ്പോഴും നിന്റെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റുമോ എനിക്ക്? നവീൻ, ഒരു വിളിക്കപ്പുറം ഞാനുണ്ട്. എന്നെ കൊണ്ട് പരിഹരിക്കാവുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്കിടയിൽ വന്നാ പ്ലീസ് പ്ലീസ് ജസ്റ്റ് കോൾ മീ. ഓക്കെ? ഓക്കെ മാഡം. പോട്ടെ മോളെ. ബൈ ബൈ നവീൻ. ആ ഗാഥ, മറ്റെന്തിനെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ അമ്മയെക്കുറിച്ചാണ് താൻ ചിന്തിക്കേണ്ടത്. പാവമാണ്, വേദനിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. യെസ്, ശരിയാണ് നവീൻ. എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു ജന്മമാണത്. ഇനി ഞാൻ മമ്മിയെ വേദനിപ്പിച്ചൂടാ. മമ്മിയെന്നല്ല, ഒരാളെയും വേദനിപ്പിച്ചൂടാ. സെൽവ, അനിയൻ സാർ ഇപ്പൊ കവലേ കാണും. കുറച്ചു കഴിഞ്ഞാ ഇതുവഴി വീട്ടിലേക്ക് പോകും. സാറേ, അയാൾ വണ്ടിയിലല്ലേ വരുന്നത്? അതെ, വണ്ടിയിലെ അയാൾ വരുന്നേ. 2 തവണയായി മൂർത്തി സാറേ അയാൾ സെൽവന്റെ മേത്ത് കൈവെക്കണത്. ഇനി ആ കൈ ആരുടെ നേർക്കും ഉയരാതെ സെൽവൻ നോക്കിക്കോളാം. കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, അനിയൻ സാറിനെ നിസാരനായി കാണരുതെന്ന്. 10 പേരോട് പൊരുതി നിൽക്കാനുള്ള ശേഷി അയാൾക്കുണ്ട്.